ഷിൻ ബേത് താവ് എന്ന മൂലപദത്തിൽ നിന്നും ഉളവായ ഒരു എബ്രായ പദമാണ് ഷബാത്ത്. ഈ വാക്ക് ഇംഗ്ലീഷിൽ ശാബത്ത് എന്നും മലയാളത്തിൽ ശബത്ത് എന്നുമാണ്. ഈ വാക്കിന്റെ അർത്ഥം അവസാനിപ്പിക്കുക, നിർത്തുക, വിശ്രമിക്കുക എന്നിങ്ങനെയാണ്. യഹൂദന്മാർക്ക് ശബത്ത് ഓരോ ആഴ്ചയിലും 7-ാമത്തെ ദിവസമാണ്. അതായത് ഞായറാഴ്ച ആരംഭിക്കുന്ന ഒരു ആഴ്ചയിൽ 6 ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളായിരിക്കും. 7-ാമത്തെ ദിവസമായ ശനിയാഴ്ച യാതൊരു വേലയും ചെയ്യാത്ത വിശ്രമത്തിന്റെ ശബത്ത് ആയിരിക്കും. യഹൂദന്മാർ മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസികളിലെ ചില വിഭാഗക്കാരും ശബത്ത് ദിവസത്തെ വിശ്രമത്തിന്റെ ദിവസമായി കരുതി അന്നേ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ മാത്രമായി മാറ്റിവെക്കാറുണ്ട്. ചിലർ ഞായറാഴ്ച ദിവസത്തെ യാതൊരു വേലയും ചെയ്യാതെ ദൈവത്തെ ആരാധിക്കുവാനായി മാത്രം മാറ്റിവെക്കുന്നു. യഹൂദന്മാരുടെ ശബത്ത് ആചാരത്തിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. ഒന്ന് ഓർക്കുക എന്നതും രണ്ടാമത്തത് ആചരിക്കുക എന്നതുമാണ്. പുറപ്പാട് 20:8 ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. ആവർത്തന പുസ്തകം 5:15 നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നുവെന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്റെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. ശബത്തിന് മറ്റു ചില പ്രാധാന്യം കൂടിയുണ്ട്. അത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമാണ്. ശബത്ത് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന ദിവസമാണ്. ശബത്ത് ലംഘിക്കുന്ന ഇസ്രായേലിയർ മരണശിക്ഷ അനുഭവിക്കണം. പുറപ്പാട് 31:12 യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബത്തുക്കളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറയായി എനിക്കും നിങ്ങൾക്ക് മധ്യേ ഒരു അടയാളം ആകുന്നു. ലേവ്യ പുസ്തകം 23:3 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്നൊരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്ത് ആകുന്നു. പുറപ്പാട് 35:2 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശബത്ത് ആയിരിക്കണം. അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ചില ഒഴിവുകളോടെ മനഃപൂർവ്വമായി ചെയ്യുന്ന എല്ലാ വേലകളെയും ശബത്ത് ദിവസം യഹൂദനായ പ്രമാണം വിലക്കുന്നു. വ്യക്തിപരമായി പ്രയോജനം ഉളവാക്കുന്ന ഒരു വേലയും ചെയ്യുവാൻ പാടില്ല. യഹൂദ റബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് 39 വേലകൾ ശബത്ത് ദിവസം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. ശബത്ത് ആചരിക്കുന്ന ക്രമം ഉൽപ്പത്തി 2:2 പറഞ്ഞിരിക്കുന്ന വിശ്രമത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദൈവം സൃഷ്ടിപ്പിന്റെ സകല പ്രവൃത്തികളും 6 ദിവസങ്ങളെ കൊണ്ട് പൂർത്തീകരിച്ച ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു. ഇത് പുറപ്പാട് 20:8 മുതൽ 11 വരെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്ന കൽപ്പനയുടെ നിഴൽ ആണ്. പുറപ്പാട് 20 വിവരിക്കുന്ന 10 കൽപ്പനകളിൽ 4-ാമത്തേതാണ് ശബത്ത് നാളിനെ കുറിച്ച് ഉള്ളത്. പുറപ്പാട് 20:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ഒക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. 8-ാമത്തെ വാക്യം ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് കൽപ്പിക്കുന്നു. 10 കൽപ്പനകളിൽ ഓർക്ക എന്ന് പറയുന്ന ഏക കൽപ്പനയാണിത്. ഇതിന് 2 അർത്ഥങ്ങൾ ഉണ്ടാകാം. മുമ്പ് ദൈവം നൽകിയ ഒരു കൽപ്പനയെ ഓർക്കുവാൻ ഇവിടെ പറയുന്നത് ആകാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ 7-ാം ദിവസത്തെ വിശ്രമത്തെക്കുറിച്ച് ദൈവം കൽപ്പിക്കുന്നുണ്ട്. ഇത് ഇസ്രായേൽ മരുഭൂമിയിലായിരുന്നപ്പോൾ മന്ന ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. ഓർക്ക എന്ന വാക്ക് ദൈവം നൽകിയ കൽപ്പന അനുസരിക്കുന്ന മറക്കരുത്, എപ്പോഴും ഓർക്കണം എന്ന അർത്ഥത്തിലുമായിരിക്കാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നൽകിയ കൽപ്പനയോട് യാതൊരു ബന്ധവും ഉണ്ടാകണം എന്നില്ല. ശബത്ത് ആചരിക്കുവാൻ ഇസ്രായേൽ ജനം ഉദാസീനത കാണിക്കരുത്. പുറപ്പാട് 20:8 ശുദ്ധീകരിപ്പാൻ എന്ന വാക്ക് എബ്രായ ഭാഷയിൽ കഡാഷ് എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം പവിത്രീകരിക്കുക, ശുദ്ധീകരിക്കുക, സമർപ്പിക്കുക, വിശുദ്ധമായിരിക്കുക, വേർപെട്ടിരിക്കുക എന്നിങ്ങനെയാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന വാചകത്തിന്റെ അർത്ഥം ശബത്ത് നാളിനെ ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ച് വേർതിരിക്കുക എന്നാണ്.
ശബത്ത് മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസം ആണ്. പുറപ്പാട് 20:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശബത്ത് എന്താണ് എന്ന് നിർവചിക്കുന്നു. അത് എല്ലാ ഏഴാമത്തെ ദിവസമായ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു എന്ന് 10-ാം വാക്യം പറയുന്നു. അന്നേ ദിവസം ഇസ്രായേലിൽ വേല ചെയ്യുന്നത് വിലക്കുന്നു. ശബത്ത് എന്നതിന്റെ നിഴൽ ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് സകല സൃഷ്ടിയും പൂർത്തീകരിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്നതാണ് എന്ന് 11-ാം വാക്യം പറയുന്നു. ഇസ്രായേൽ ശബത്ത് ദിവസത്തെ വേർതിരിക്കുന്ന പോലെ ദൈവം അവരെയും മറ്റു ജാതീയ ജനസമൂഹങ്ങളിൽ നിന്നും വേർതിരിച്ചു. അങ്ങനെ യഹോവ അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്ന് ഇസ്രായേൽ അറിയും. ഉൽപ്പത്തി പുസ്തകം 2:3 പറഞ്ഞിരിക്കുന്ന പ്രകാരം 6 ദിവസത്തെ സകല സൃഷ്ടിപ്പിനും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ഇത് ശബത്ത് ദിനാചരണത്തിന്റെ നിഴലാണ്. എന്നാൽ എല്ലാ 7-ാമത്തെ ദിവസവും ശബത്ത് ആചരിക്കണമെന്ന് മോശയ്ക്ക് മുമ്പ് ഒരിക്കൽ പോലും ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല. ആദം മുതൽ മോശ വരെയുള്ള കാലത്ത് ആരും ശബത്ത് ആചരിച്ചിട്ടില്ല. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ട് മരുഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ ആരും ശബത്ത് ആചരിച്ചതായി തിരുവെഴുത്തുകളിൽ രേഖയില്ല. ഉൽപ്പത്തി 2:2 അനുസരിച്ച് സൃഷ്ടിപ്പിന്റെ പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. മനുഷ്യനെ സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസമാണ്. എന്നാൽ 7-ാം ദിവസം ആദാമും ഹവ്വയും വിശ്രമിച്ചതായി ഇവിടെ പറയുന്നില്ല. തുടർന്നു വരുന്ന എല്ലാ 7-ാമത്തെ ദിവസവും യാതൊരു വേലയും ചെയ്യാതെ വിശ്രമിക്കണമെന്ന് ദൈവം ആദാമിനോടും ഹവ്വയോടും കൽപ്പിച്ചതും ഇല്ല. മോശയുടെ കാലമായപ്പോൾ സൃഷ്ടിപ്പിലെ ദിവസങ്ങളുടെ ക്രമീകരണത്തെയും 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നതിനെയും ഒരു നിഴലായി ദൈവം ഉപയോഗിച്ചു. ഈ നിഴലിന്റെ പശ്ചാത്തലത്തിൽ ശബത്ത് ദിവസത്തെ വേർതിരിച്ച് ശുദ്ധീകരിക്കണമെന്ന കൽപ്പന നൽകി. എന്നാൽ മുമ്പ് നിഴലായി ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നത് ആദ്യം മുതൽ ശബത്ത് ആചരിക്കുവാനുള്ള കൽപ്പന ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് അല്ല. 10 കൽപ്പനകൾ പുതിയ നിയമത്തിൽ വ്യത്യസ്ത രീതികളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ അനുസരിക്കേണ്ടതാണ് എന്ന രീതിയിലാണ് അവയിൽ 9 കൽപ്പനകളും ആവർത്തിക്കപ്പെടുന്നത്. എന്നാൽ 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയായ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നത് ഒരിടത്ത് പോലും വിശ്വാസികൾ അനുസരിക്കേണ്ടതാണ് എന്ന രീതിയിൽ എടുത്ത് പറയുന്നില്ല. ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ ദൈവം നൽകിയത് എന്ത് ഉദ്ദേശത്തോടെയും അർത്ഥത്തോടെയുമാണോ അതേ ഉദ്ദേശത്തോടെയും അർത്ഥത്തോടെയുമാണ് പുതിയ നിയമത്തിൽ ഈ കൽപ്പനകൾ ആവർത്തിച്ച് പറയുന്നത്. അവ എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അനുസരിക്കുവാനുള്ളതാണ്. എന്നാൽ യേശുവോ അപ്പോസ്തലന്മാരോ ശബത്തിനെ കുറിച്ചുള്ള കൽപ്പനയെ അതേ അർത്ഥത്തിൽ ആവർത്തിക്കുന്നില്ല. പുതിയ നിയമസഭ ശബത്ത് ആചരിക്കണമെന്ന് യേശുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല യേശു ശബത്തിനെ പുനർനിർവചിക്കുകയും മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നുവെന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു. ശബത്ത് ആചരിക്കണമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വ്യത്യസ്തമായ ഉപദേശങ്ങൾ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. കൊലോസ്യർ 2:16-17 വാക്യങ്ങൾ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിന് ഉള്ളത്. ശബത്ത് ആചരണത്തിൽ നിന്നുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്നിലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. റോമർ 14:5-6 വാക്യങ്ങൾ. ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുത്തൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പ്രത്യക്ഷനായതായി രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ദിവസവും ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിനം ആണ്. യേശുക്രിസ്തു ഒരിക്കലും ശബത്ത് ആചരിക്കണമെന്ന് ആരോടും ഉപദേശിച്ചിട്ടില്ല. ശബത്ത് ദിവസം യേശു ചെയ്ത പല പ്രവൃത്തികളും സുവിശേഷങ്ങളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഒരിടത്തും ശബത്ത് ദിവസം യേശു വേല ചെയ്യാതെ വിശ്രമിച്ചതായി പറയുന്നില്ല. ശബത്ത് ദിവസത്തെ അവന്റെ പ്രവൃത്തികളും പഠിപ്പിക്കലും എപ്പോഴും ഉൽപ്പതിഷ്ണുവും ഉദാരവും ആയിരുന്നു. ഒരു ദിവസം യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഒരു വിളഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിർ പറിച്ചു കൈകൾ കൊണ്ട് തിരുമ്മി തിന്നു. ഇതിനെ ഒരു പ്രവൃത്തിയായി പരീശന്മാർ കണ്ടു. അവർ ഉടൻ തന്നെ യേശുവിന്റെ ശിഷ്യന്മാർ ശബത്തിനെ ബഹുമാനിക്കുന്നില്ല എന്ന കുറ്റം ആരോപിച്ചു. എന്നാൽ യേശു ശിഷ്യന്മാരെ ശാസിച്ചില്ല. അവർ ചെയ്ത പ്രവൃത്തിയെ അവൻ ന്യായീകരിച്ചു. അതിനായി യേശു പഴയ നിയമഭാഗത്തു നിന്നും ഒരു സംഭവം ഉദ്ധരിച്ചു.
മർക്കോസ് 2:25-26 വാക്യങ്ങൾ. അവൻ അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവ അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. കാഴ്ചയപ്പം കഴിച്ചതിൽ ദാവീദും കൂട്ടരും പാപം ചെയ്തില്ല. വെളുഭൂമിയിൽ കതിർ പറിച്ച് തിരുമി തിന്നതിൽ യേശുവിന്റെ ശിഷ്യന്മാരും പാപം ചെയ്തിട്ടില്ല. മറ്റൊരു ശബ്ബത്ത് ദിവസം യേശു പള്ളിയിൽ വെച്ച് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കി. ഇവിടെയും യേശു നൽകിയ സന്ദേശം സമാനമാണ്. 38 വർഷങ്ങളായി രോഗിയായി കിടന്നിരുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതും ഒരു ശബ്ബത്ത് ദിവസമാണ്. അവനോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു എന്നും നമ്മൾ വായിക്കുന്നു. കിടക്കയെടുത്ത് നടക്കുന്നത് ശബ്ബത്ത് ദിവസം നിരോധിക്കപ്പെട്ടിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അതിനാൽ ഇവിടെയും യഹൂദന്മാർ യേശുവിൽ ശബ്ബത്ത് ലംഘനം എന്ന കുറ്റം കണ്ടെത്തി. യോഹന്നാൻ 5:17 യേശു പറയുന്നത് ഇങ്ങനെയാണ്. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു രോഗിയായ മനുഷ്യനെ ശബ്ബത്ത് ദിവസം സൗഖ്യമാക്കിയതിലോ അവൻ അന്നേ ദിവസം കിടക്കയെടുത്ത് നടന്നതിലോ യേശു യാതൊരു ക്ഷമാപണവും നടത്തിയില്ല. മാത്രമല്ല, ശബ്ബത്തിൽ അവൻ ചെയ്തതിനെ പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളിൽ എല്ലാം യേശു വിനിമയം ചെയ്ത സന്ദേശം ഇതായിരുന്നു: ശബ്ബത്ത് മനുഷ്യർക്ക് നന്മയായി ദൈവം കൽപ്പിച്ചതാണ്, അത് അവർക്ക് ഭാരമായിരിക്കുവാനല്ല. ശബ്ബത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനുഷ്യർക്ക് പ്രവൃത്തികളിൽ നിന്നുള്ള വിശ്രമം ആണ്. ഇതുകൂടാതെ യേശു മറ്റൊരു പ്രധാനപ്പെട്ട വിളംബരം കൂടി നടത്തിയിട്ടുണ്ട്. മർക്കോസ് 2:27-28 വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബ്ബത്ത് നിമിത്തമല്ല, ശബ്ബത്ത് മനുഷ്യ നിമിത്തം അത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ശബ്ബത്തിനും കർത്താവാകുന്നു. അവനാണ് ശബ്ബത്ത് ഉണ്ടാക്കിയത്. അവനാണ് ഇസ്രായേലിനോട് ശബ്ബത്ത് വിശുദ്ധ ദിവസമായി ആചരിക്കുവാൻ കൽപ്പിച്ചത്. അതേ സൃഷ്ടികർത്താവും നിയമകർത്താവുമായ യേശു ക്രിസ്തു ശബ്ബത്തിനെ പുനർവ്യാഖ്യാനിക്കുകയാണ്. ദൈവം എന്ത് ഉദ്ദേശിച്ചുവോ അതിൽ നിന്നും പരീശന്മാരുടെ വ്യാഖ്യാനങ്ങൾ അകന്നു മാറിയപ്പോൾ നിയമകർത്താവ് അതിന്റെ ശരിയായ വ്യാഖ്യാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ശബ്ബത്ത് വിശ്രമത്തിന്റെ ദിവസമാണ്. വിശ്രമം യേശു ക്രിസ്തു നൽകുന്ന ആത്മീയ വിശ്രമമാണ്. രോഗങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും നിത്യമായ ഒരു വിശ്രമം യേശു ക്രിസ്തുവിൽ നമുക്ക് ഉണ്ട്. ശബ്ബത്ത് ദിവസം ചെയ്യാതെ മാറ്റിവെക്കുവാൻ കഴിയുന്ന പ്രവൃത്തികളാണ് യേശു ആവർത്തി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവൻ ശബ്ബത്തിന്റെയും യജമാനൻ ആണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പരാമർശങ്ങളുണ്ട്. ഇതിന്റെ പശ്ചാത്തലം ഏതാണ്ട് എല്ലായ്പ്പോഴും ഒരു യഹൂദ സിനഗോഗായിരുന്നു. പൗലോസ് സിനഗോഗിൽ പോരുന്നത് യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ വേണ്ടിയോ ക്രിസ്തീയ വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടിയോ ആയിരുന്നില്ല. അവൻ യഹൂദ പള്ളികളിൽ പോരുന്നത് യഹൂദന്മാരോടും അവരോട് ചേർന്ന ജാതീയരായവരോടും യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ആയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വിവിധ വിഷയങ്ങളിൽ ആദ്യകാല വിശ്വാസികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ദൈവരാജ്യത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന പല പാപപ്രവൃത്തികളെ കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഒരിടത്ത് പോലും ശബ്ബത്ത് ആചരിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നില്ല. യേശുവോ പൗലോസോ മറ്റ് അപ്പോസ്തലന്മാരോ ഒരിക്കലും ശബ്ബത്ത് ആചരിക്കണമെന്ന് ക്രിസ്തീയ വിശ്വാസികളോട് ഉപദേശിച്ചിട്ടില്ല. യെരുശലേം കൗൺസിൽ എന്നറിയപ്പെടുന്ന അപ്പോസ്തലന്മാരുടെ ആലോചനാ സമിതി കൂടിയത് AD 50 ആദ്യ ക്രിസ്തീയ സഭയിൽ ഉപദേശങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയ പ്രഥമ സമിതിയാണിത്. അവർ പ്രധാനമായും ഉപദേശ സംബന്ധമായ 2 വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തത്. യഹൂദന്മാരല്ലാത്ത ക്രിസ്തീയ വിശ്വാസികൾ പരിച്ഛേദന ഏൽക്കണമോ? യഹൂദ ഇതര ക്രിസ്തീയ വിശ്വാസികൾ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമോ? അവരുടെ ഇടയിൽ വളരെ തർക്കമുണ്ടായി എന്ന് 6-ാം വാക്യത്തിൽ പറയുന്നു. സുദീർഘവും ചൂടേറിയ ചർച്ചകൾക്കും ശേഷം അപ്പോസ്തലൻ യാക്കോബ് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചു. ഇതിനെയാണ് അപ്പോസ്തല വിശ്വാസ പ്രഖ്യാപനം എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതെല്ലാമാണ്. 1. ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ അസഹ്യപ്പെടുത്തരുത്. 2. ചില കാര്യങ്ങൾ വർജിക്കുവാൻ നമ്മൾ അവർക്ക് എഴുതണം. അവർ വർജിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്: വിഗ്രഹ മാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം. 3. എന്നാൽ യഹൂദന്മാർക്ക് പ്രത്യേക കത്തുകൾ എഴുതേണ്ടതില്ല. കാരണം മോശയുടെ ന്യായപ്രമാണം ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നുണ്ട്. പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവരുമുണ്ട്. യഹൂദന്മാർക്ക് മോശയുടെ പ്രമാണങ്ങൾ അവരിൽ നിന്ന് പഠിക്കാം.
യെരുശലേമിലെ കൗൺസില് അപ്പോസ്തലന്മാരുടെ തീരുമാനങ്ങൾ ക്രിസ്തീയ സഭയെ യഹൂദ വേരുകളിൽ നിന്നും അടർത്തി മാറ്റിയ ചരിത്രപരമായ പ്രഖ്യാപനമാണ്. അപ്പോസ്തല വിശ്വാസ പ്രഖ്യാപനത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ ആഴ്ചയിലെ 7-ാം ദിവസം ശബത്ത് ദിവസം ആചരിക്കണം എന്ന് അവർ കൽപ്പിച്ചില്ല. പുതിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു തന്റെ ജീവിതത്തിലും ക്രൂശിലെ മരണത്തിലുമായി സകല ന്യായപ്രമാണങ്ങളും അവനിൽ വിശ്വസിക്കുന്നവർക്കായി നിവർത്തിച്ചു. അതിനാൽ അതിനുശേഷം പുതിയ സഭ ആഴ്ചവട്ടത്തിന്റെ അവസാന ദിവസത്തെയോ ആരംഭ ദിവസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസത്തെയോ ശബത്തായി വേർതിരിച്ച് ആചരിക്കണമെന്ന കൽപ്പന ഉണ്ടായിട്ടില്ല. AD 321 ഞായറാഴ്ച പൊതു അവധിയായി പുരാതന റോമൻ സാമ്രാജ്യത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ കൽപ്പന പുറപ്പെടുവിച്ചത് കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയാണ്. ബഹുമാന്യമായ ഞായറാഴ്ച ദിവസം പട്ടണത്തിൽ താമസിക്കുന്ന എല്ലാ നീതിപതിമാരും ജനങ്ങളും വിശ്രമിക്കുകയും തൊഴിൽശാലകൾ അടച്ചിടുകയും ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൽപ്പന. ഈ കൽപ്പനയിലൂടെ അദ്ദേഹം ശബത്ത് ദിവസത്തെ ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റുക ആയിരുന്നില്ല. ഞായറാഴ്ചയെ അവധി ദിവസമായി തിരഞ്ഞെടുത്തത് ക്രിസ്തീയ വിശ്വാസികൾ അന്നേ ദിവസം ദൈവത്തെ ആരാധിക്കുവാനായി ഒരുമിച്ച് കൂടാറുണ്ട് എന്നതിനാൽ ആയിരിക്കാം. ഞായറാഴ്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തെ മറ്റു മതവിശ്വാസങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത്. അതിനാൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് മുതൽ ക്രിസ്തീയ വിശ്വാസികൾ പാപത്തിന്മേലും മരണത്തിന്മേലുമുള്ള അവന്റെ ഉയർപ്പ് ആഘോഷിക്കുവാനായി ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2:46 പറയുന്നത് ആദ്യ സഭ ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും ചെയ്തു എന്നാണ്. തിരുവചനത്തിലും ക്രിസ്തീയ സഭാചരിത്ര ഗ്രന്ഥങ്ങളിലും ആദ്യകാല സഭ ആഴ്ചവട്ടത്തിലെ 1-ാമത്തെ ദിവസമായ ഞായറാഴ്ചയാണ് ദൈവത്തെ ആരാധിക്കുവാനായി കൂടുവന്നിരുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ശബത്തിനെ ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റിയില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ അവരുടെ കർത്താവിനെ അവൻ ഉയർത്തെഴുന്നേറ്റ ദിവസമായ ആഴ്ചവട്ടത്തിലെ 1-ാമത്തെ ദിവസം അവർ ആരാധിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2:46, 20:7, 1 കൊരിന്ത്യർ 16:2 എന്നീ വേദഭാഗങ്ങൾ ഇതിന് തെളിവുകൾ ആണ്. അപ്പോസ്തല യോഹന്നാൻ ആഴ്ചയിലെ 1-ാമത്തെ ദിവസത്തെ കർത്തൃദിവസം എന്നാണ് വിളിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ആഴ്ചയിലെ 1-ാമത്തെ ദിവസത്തെ ദൈവത്തെ ആരാധിക്കുവാനായി ആദ്യകാല സഭ തിരഞ്ഞെടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അന്നാണ് ഉയർത്തെഴുന്നേറ്റത് എന്നതുകൊണ്ടാണ്. അത് യേശുക്രിസ്തു മരണത്തിന്മേൽ ജയം നേടിയ ദിവസം ആണ്. നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ സൃഷ്ടിപ്പിലെ 6 ദിവസത്തെ വേലയും 7-ാമത്തെ ദിവസത്തെ വിശ്രമവുമാണ് ശബത്ത് പ്രമാണത്തിന്റെ മാതൃക. ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും സൃഷ്ടിച്ചു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. ഇസ്രായേൽ ജനത്തിനും ശബത്ത് എന്നാൽ 6 ദിവസത്തെ വേലയ്ക്ക് ശേഷം 7-ാമത്തെ ദിവസത്തെ വിശ്രമമാണ്. എന്നാൽ ശബത്ത് ദിവസത്തെ വിശ്രമത്തിന് ശേഷം അടുത്ത ദിവസം ഇസ്രായേലിയർ വീണ്ടും വേല ആരംഭിക്കണം. ശബത്ത് ആചരണത്തിന്റെ വിവിധ ഘടകങ്ങൾ വരുവാനിരുന്ന മശിഹയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. തന്റെ ജനത്തിന് ഒരു സമ്പൂർണ്ണ വിശ്രമം നൽകുവാൻ മശിഹയ്ക്ക് കഴിയും. പഴയ നിയമകാലത്ത് ദൈവത്തിന് സ്വീകാര്യർ ആകുവാനായി ഇസ്രായേൽ ജനം കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രയത്നത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും പാലിക്കുക എന്നത് പ്രധാനമായും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലവാരം അനുസരിച്ച് ന്യായപ്രമാണങ്ങൾ പാലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവരുടെ കുറവുകൾക്കും പാപങ്ങൾക്കും പരിഹാരമായി പലവിധത്തിലുള്ള യാഗങ്ങൾ ദൈവം കൽപ്പിച്ചു നൽകി. ഈ യാഗങ്ങളെല്ലാം താൽക്കാലികമായ ക്രമീകരണങ്ങളായിരുന്നു. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തോളം വരെയേ പഴയ നിയമ യാഗങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ യാഗങ്ങൾക്ക് എന്നേക്കുമായുള്ള ഒരു പാപപരിഹാരം വരുത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ യാഗങ്ങൾ ആവർത്തിച്ച് അർപ്പിക്കണമായിരുന്നു. ഇതുപോലെ തന്നെ അവർ ശബത്ത് ദിവസം സകല വേലയിൽ നിന്ന് വിശ്രമിക്കുകയും അടുത്ത ദിവസം വീണ്ടും വേല ആരംഭിക്കുകയും ചെയ്തു. അവരുടെ വിശ്രമം എന്നേക്കുമുള്ള വിശ്രമം ആയില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗത്തിന്റെ നിഴലാണ് പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും. ക്രൂശിലെ യാഗത്തിന് ശേഷം യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നത് വീണ്ടും യാഗം ആവർത്തിക്കേണ്ടതില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. അവൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. എബ്രായർ 10:12-13 വാക്യങ്ങൾ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു.
ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നത് പാപപരിഹാരത്തിനായി ചെയ്യേണ്ടുന്നതെല്ലാം നിവർത്തിച്ചതിന് ശേഷമുള്ള നിത്യമായ വിശ്രമമാണ്. അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപപരിഹാരത്തിനായി ഇനി യാതൊന്നും ചെയ്യുവാനില്ല. ഇന്ന് യേശുവിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെടുന്ന എല്ലാവരും അവന്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയാണ്. അവരെ നീതീകരിക്കുവാനായി ന്യായപ്രമാണം പാലിക്കുന്നതിൽ നിന്നും എന്നേക്കുമായി അവർ വിശ്രമിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ വിശ്രമം. എബ്രായർ 4:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നതനുസരിച്ച് 6 ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും അവനോടുള്ള അനുസരണവും നിമിത്തം നമുക്ക് ലഭിക്കുന്ന ആത്മീയ വിശ്രമം ആണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ നിവർത്തിക്കപ്പെട്ട വിശ്രമത്തിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയമായി മരിച്ചവർ ആകും. ശബത്ത് ഇസ്രായേൽ ജനത്തിന് എന്നേക്കുമായുള്ള വിശ്രമമായിരുന്നില്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്ന രക്ഷ നമ്മുടെ ആത്മാവിന് നിത്യവിശ്രമമാണ്. യേശുവിൽ രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ഒരുവൻ ദൈവമുമ്പാകെയുള്ള നീതീകരണത്തിനായി വീണ്ടും പ്രവർത്തിക്കേണ്ടതേ ഇല്ല. യേശു ക്രിസ്തുവാണ് ഇന്ന് നമ്മളുടെ വിശ്രമം. അവൻ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗം അർപ്പിച്ചു. അങ്ങനെ പാപപരിഹാരത്തിനായി ന്യായപ്രമാണപ്രകാരം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തു. ഉൽപ്പത്തി 2:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അതിനാൽ ഇന്ന് പുതിയ വിശ്വാസികൾ യേശുക്രിസ്തുവിൽ അനുഭവിക്കുന്ന ആത്മീയ വിശ്രമം അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും ആണ്. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ ആത്മീയ വിശ്രമമായി. നമ്മൾ ക്രിസ്തുവിൽ ആഴ്ചയിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും വിശ്രമിക്കുന്നു. ക്രിസ്തുവിൽ വിശ്രമിക്കുന്നതിന് പകരം നമ്മളുടെ നീതീകരണത്തിനായി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ ഫലം ആത്മീയ മരണമാണ്. ശബത്ത് ദിവസം വേല ചെയ്യുന്ന ഇസ്രായേലിനെ കൊല്ലുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു എന്നത് ഇതിന്റെ നിഴൽ ആണ്. മരണശിക്ഷയുടെ ഉദ്ദേശം പ്രമാണ ലംഘകനെ ദൈവജനത്തിന്റെ ഇടയിൽ നിന്നും ഛേദിച്ചു കളയുക എന്നതാണ്. അതിനാൽ ഒരിക്കൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവരിൽ ആത്മീയ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീതീകരണത്തിനായി യാതൊരു പ്രവൃത്തിയും അനുവദനീയം അല്ല. ഈ പ്രമാണത്തെ ലംഘിച്ചാൽ അവനെ ദൈവജനത്തിന്റെ ഇടയിൽ നിന്നും ഛേദിച്ചു കളയും. യേശുക്രിസ്തുവിന്റെ ക്രൂശിലുള്ള പരമയാഗത്തിലുള്ള വിശ്വാസം മൂലം അവനിൽ വിശ്രമിക്കാത്ത എല്ലാ അവിശ്വാസികളുടെയും അനുഭവം ഇതായിരിക്കും. ദൈവത്തിന്റെ വിശ്രമത്തിൽ പ്രവേശിക്കുക എന്ന ചിന്ത എബ്രായർ 3-4 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. എബ്രായർ 3:7 മുതൽ മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലൂടെ എങ്ങനെ ദൈവത്തിന്റെ വിശ്രമത്തിൽ പ്രവേശിക്കാമെന്ന് ലേഖനകർത്താവ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നു. കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന്റെ വിശ്രമത്തിന്റെ ദേശമായിരുന്നു. അവിടെ എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി അവർക്ക് കനാൻ ദേശത്തിൽ സ്വസ്ഥമായി ജീവിക്കാം. ഇതായിരുന്നു അവർക്കുള്ള വാഗ്ദത്തം. ദൈവത്തിലും അവന്റെ വാഗ്ദത്തത്തിലും പരിപൂർണമായി വിശ്വസിക്കുക എന്നത് മാത്രമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഹൃദയം ദൈവത്തിന് നേരെ കഠിനമായി. അവർ ദൈവത്തോടെ മത്സരിച്ചു. അതിനാൽ അവർ മരുഭൂമിയിൽ 40 വർഷങ്ങൾ അലഞ്ഞു നടന്നു. ദൈവം അവരെ കുറിച്ച് ഇങ്ങനെ കൽപ്പിച്ചു. എബ്രായർ 3:10-11 വാക്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇവിടെ പറയുന്ന സ്വസ്ഥത കനാൻ ദേശമാണ്. ദൈവത്തോട് മത്സരിച്ച ഇസ്രായേൽ ജനം കനാൻ ദേശം എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് അവൻ സത്യം ചെയ്തു. എന്നാൽ യോശുവയുടെ നേതൃത്വത്തിൽ അടുത്ത തലമുറ കനാൻ ദേശം കൈവശമാക്കി അവിടെ താമസിച്ചു. ഇത് ഭൗതിക തലത്തിലുള്ള വിശ്രമം ആയിരുന്നു. യേശുക്രിസ്തുവിലുള്ള നിത്യമായ വിശ്രമത്തിന്റെ നിഴലായിരുന്നു പഴയ നിയമത്തിലെ ശബത്ത്. അതിനാൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു എന്ന് എബ്രായർ ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായർ 4:1 അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ശേഷിച്ചിരിക്കുന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. അവന് മാത്രമേ രക്ഷയിലൂടെ നിത്യമായ വിശ്രമം നൽകുവാൻ കഴിയൂ. അവൻ ചൊരിഞ്ഞ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയൂ. എന്നേക്കുമായ പാപപരിഹാരം ലഭിച്ചവർക്ക് മാത്രമേ തങ്ങളുടെ വേലയിൽ നിന്ന് വിശ്രമിക്കുവാൻ കഴിയൂ. അതിനാൽ ആത്മീയ വിശ്രമം എന്നത് ആത്മീയ രക്ഷയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക മാർഗം. ഈ വിശ്വാസത്തിന്റെ സവിശേഷത എന്താണ് എന്ന് എബ്രായർ 4:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ
രചയിതാവ് വിവരിക്കുന്നു. ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശ്വാസം എന്നത് നീതിക്കായുള്ള നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും വിശ്രമിക്കുക എന്നതാണ്. നമ്മൾക്ക് സ്വയം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തു തീർത്ത യാഗത്തിലുള്ള വിശ്വാസം മൂലവും ദൈവഹിതത്തോടുള്ള നമ്മുടെ അനുസരണ നിമിത്തവും മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയൂ. അവിശ്വാസ നിമിത്തം വാഗ്ദത്ത ദേശം എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഇസ്രായേലിയർക്ക് കഴിഞ്ഞില്ല എങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം ദൈവത്തിന്റെ നിത്യസ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഈ വിശ്വാസമോ കൃപയാൽ ദൈവത്തിന്റെ ദാനമായി നമുക്ക് ലഭിച്ചതാകുന്നു. ശബത്ത് എന്നും എപ്പോഴും ആഴ്ചവട്ടത്തിലെ അവസാനത്തെ ദിവസമാണ്. അത് നമ്മുടെ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസമാണ്. അത് ഒരിക്കലും ആരും ഞായറാഴ്ചയിലേക്കോ മറ്റൊരു ദിവസത്തേക്കോ മാറ്റിയിട്ടില്ല. ശബത്ത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസമാണ് എന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും കൽപ്പനയില്ല. ശബത്ത് 6 ദിവസത്തെ വേലയ്ക്ക് ശേഷമുള്ള 7-ാം ദിവസത്തെ വിശ്രമമാണ്. അത് വിശ്രമത്തിന്റെ ദിവസം ആണ്. ശബത്ത് മോശയുടെ ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ്. അത് ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ട പ്രമാണമാണ്. ശബത്ത് പുതിയ സഭയ്ക്ക് നൽകപ്പെട്ട പ്രമാണം അല്ല. ഞായറാഴ്ച ക്രിസ്തീയ ശബത്തല്ല. പുതിയ നിയമത്തിൽ ഒരിടത്തും ഞായറാഴ്ചയെ ശബത്ത് ദിവസമായി വിശ്വാസികൾ വേർതിരിച്ച് ആചരിച്ചിട്ടില്ല. പുതിയ നിയമത്തിലെ 10 ദിവസം ശബത്തിന്റെ പകരമോ തുല്യമോ ആയ ദിവസം അല്ല. പുതിയ നിയമകാലത്ത് ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ആരാധനയ്ക്കായി കൂടി വന്നപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ ശബത്ത് ആചരണം ഉണ്ടായിരുന്നു. ശബത്തിനെ അങ്ങനെ തന്നെയാണ് യേശുവും അപ്പോസ്തലന്മാരും കണ്ടിരുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിലെ ആദ്യ ദിവസം ആയതുകൊണ്ടാണ് ആദ്യ സഭാ നാളുകൾ മുതൽ ഇന്നേ വരെ ആ ദിവസം ആരാധനയ്ക്കായി വേർതിരിച്ചിരിക്കുന്നത്. യേശുവിന്റെ ഉയർപ്പിനെ ഓർക്കുവാൻ ഞായറാഴ്ച ഒരുമിച്ച് കൂടുക എന്നത് ആദ്യ സഭാവിശ്വാസികൾ ആരംഭിച്ച ഒരു രീതിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം ആരാധനയ്ക്കായി കൂടി വരണമെന്നൊരു കൽപ്പന നമ്മുടെ കർത്താവോ അപ്പോസ്തലന്മാരോ നൽകിയിട്ടില്ല. ഞായറാഴ്ച ദിവസത്തെ വിശ്രമത്തിന്റെ ദിവസമായി ആചരിക്കുവാനുള്ള കൽപ്പനയും പുതിയ നിയമത്തിൽ ഇല്ല. പാപപരിഹാരത്തിനായും രക്ഷയ്ക്കായും ആഴ്ചയിൽ ഒരു ദിവസത്തെ വേർതിരിച്ച് ആചരിക്കേണ്ട ആവശ്യം പുതിയ നിയമസഭയ്ക്ക് ഇല്ല. ദൈവകൃപയാൽ വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവിന്റെ പരമയാഗം, ഉയർപ്പ് എന്നിവയിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരുണയും സ്നേഹവും നിമിത്തമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഇതിൽ നമ്മുടെ യാതൊരു പ്രവൃത്തിക്കും പങ്കില്ല. യഹൂദന്മാരും ജാതീയ വിശ്വാസത്തിൽ നിന്നും യഹൂദ വിശ്വാസത്തെ സ്വീകരിച്ചവരും യഹൂദ സിനഗോഗുകളിൽ ശബത്ത് ദിവസം കൂടി വന്നിരുന്നതായി അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിനെ ഞായറാഴ്ച മാത്രമേ ആരാധിക്കാവൂ എന്നൊരു കൽപ്പന പുതിയ നിയമത്തിൽ പറയുന്നില്ല. ഞായറാഴ്ച പുതിയ സഭ ഒരുമിച്ച് കൂടുന്നതിന്റെ വിവരണമുണ്ട്. ഇതൊരു ചരിത്ര വിവരണമാണ്. അതുപോലെ അനുഷ്ഠിക്കുവാനുള്ള കൽപ്പന അല്ല. വിശ്വാസികൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. എന്നാൽ അത് ഏത് ദിവസമായിരിക്കണം എന്നതിൽ യാതൊരു നിർബന്ധവുമില്ല. ഈ വിഷയം പുതിയ നിയമത്തിൽ ചില വേദഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കൊലോസ്യർ 2:16-17. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. റോമർ 14:5-6 വാക്യങ്ങൾ. ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ യാതൊരു വേലയും ചെയ്യരുത് എന്നൊരു കൽപ്പന പുതിയ സഭയ്ക്ക് ഇല്ല. ഞായറാഴ്ച ജോലി ചെയ്യുന്നത് തിരുവെടുത്തെങ്ങും വിലക്കിയിട്ടില്ല. പ്രായോഗികമായി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, മറ്റ് അത്യാഹിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, രാജ്യസുരക്ഷ സംബന്ധിച്ച ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മുതലായവർ ഞായറാഴ്ച ജോലി ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ നന്മയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ്. അതിനായി നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. മത്തായി 12:12. എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. എങ്കിലും സാഹചര്യം തടസ്സമല്ലാത്ത സമയത്തെല്ലാം എല്ലാ ക്രിസ്ത്യ വിശ്വാസികളും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ ഒരുമിച്ച് കൂടി വരണം. ഇത്തരം കൂടിവരവ് ക്രിസ്തീയ ജീവിതത്തിന്റെ ജീവനാണ്. ഇത് ദൈവത്തെ ആരാധിക്കുകയും അന്യോന്യം പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ്.
ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന് യോഗ്യമായി ജീവിക്കുവാൻ നമുക്ക് ബലം നൽകുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിനെ മശിഹയായി സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച യഹൂദ ക്രിസ്ത്യാനികളിൽ ചിലർ ഇന്നും ശബത്തെ ആചരിക്കാറുണ്ട്. അവരുടെ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി അവർ വേർതിരിച്ചിരിക്കുന്ന ദിവസമാണിത്. യഹൂദന്മാരല്ലാത്ത ജാതീയരിൽ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസികളിൽ ചിലരും ശനിയാഴ്ച ശബത്തായും ദൈവത്തെ ആരാധിക്കുന്ന ദിവസമായും ആചരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിക്കുന്ന ദിവസം ഏതായിരിക്കണം എന്നത് പുതിയ നിയമത്തിൽ നിർബന്ധമുള്ള വിഷയമല്ല. അതിനാൽ ചിലർ ശനിയാഴ്ച ദൈവത്തെ ആരാധിക്കുവാനായി ഒരുമിച്ച് കൂടുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിന്റെ ഉദ്ദേശം നമ്മളുടെ ഇത്തരം പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെടാം എന്നായിരിക്കരുത്. നീതീകരണത്തിനായ പ്രവൃത്തികളിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ വിശ്രമം എന്ന പ്രമാണത്തെ ലംഘിക്കുന്നവരായി മാറും. അതിന്റെ ശിക്ഷ ആത്മീയ മരണം ആണ്. ആകയാൽ പുതിയ വിശ്വാസികൾക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മറ്റേതെങ്കിലും ദിവസമോ ദൈവത്തെ ആരാധിക്കുവാനും പരസ്പരം പ്രബോധിപ്പിക്കുവാനുമായി ഒരുമിച്ച് കൂടുന്നതിനും കൂട്ടായ്മ ആചരിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. അന്ന് യാതൊരു വേലയും വിലക്കിയിട്ടും ഇല്ല. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.